നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. ചില ദേശാടന പക്ഷികൾ കേരളത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനിടെ രാഹുൽ ഗാന്ധിജിയും അങ്ങനെ കേരളത്തിൽ വന്നു. കൊച്ചിയിൽ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ടിട്ട് പ്രവർത്തകർ എവിടെ നിന്നൊക്കെയാണ് വന്നു ചേർന്നത് എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയില്ല. ആളുകൾ കൂടുന്നത് കണ്ടിട്ട് നേതാക്കൾ അന്തം വിട്ടുപോയി. പിന്നെ കോൺഗ്രസ്സുകാർ നാലാൾ അധികം കൂടി പോയാൽ നമ്മൾ നാട്ടുകാർ അവരുടെ തനിക്കുണം കാണേണ്ടി വരുമല്ലോ. അവരത് കാണിച്ചു. സ്വന്തം നേതാവ് പ്രസംഗിക്കുമ്പോൾ കസേര കിട്ടാത്തതിൻ്റെ പേരിൽ കൂവലായിരുന്നു കോൺഗ്രസ്സുകാരുടെ പണി. നല്ല ബെസ്റ്റ് പാർട്ടി. അച്ചടക്കത്തോടുകൂടി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സേവാദൾ ഭടന്മാർ നൽകുന്ന നിർദ്ദേശം പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ രാഹുൽ ജി പ്രവേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ രാഹുൽ ജിക്കും മോദിജിക്കും ഒരേ ആളാണോ പ്രസംഗം എഴുതി കൊടുക്കുന്നത് എന്നൊരു സംശയമുണ്ട്. പ്രസംഗത്തിൽ എന്തൊരു സാമ്യത. എന്റെ അഭിമാനം എന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ പരിപാടി ശ്രീ രാഹുൽ ഗാന്ധി, ഒപ്പം കേരളത്തിലെ കോൺഗ്രസിന്റെ സമന്വയ നേതാക്കന്മാരെല്ലാം വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കുമ്മാട്ടിക്കടവിന്റെ അഭിമാന സ്തംഭമായ, കുമ്മാട്ടിക്കടവിന്റെ ആവേശമായ ശ്രീമാൻ വിശ്വനാഥൻ മാഷ് ഇതാ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിന്റെ ബട്ടറികളെ ഓരോന്നിനെ കിടുകിട വിറപ്പിച്ചുകൊണ്ട്, പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ പുരോഗമനത്തിലേക്ക് നയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ എന്തൊക്കെയാണ് ഈ രാഹുൽജിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്തായാലും രാഹുൽ ജിയെ കുഴിയിൽ ചാടിക്കാൻ ഏതോ ഒരു വിദ്വാൻ കരുതിക്കൂട്ടി പോയിന്റ് പറഞ്ഞു കൊടുത്തതാവാനാണ് സാധ്യത. I know that the leaders of Kerala are extremely capable. ഈ കേരളത്തിലെ ആ നേതാക്കൾ അതിന് തീർച്ചയായും യോഗ്യരായിട്ടുള്ള കഴിവുള്ള ആളുകളുണ്ട്. But I want to add a few women to the stage. ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് വനിതാ നേതാക്കൾ കൂടി ഈ വേദിയിൽ ഉണ്ടാകണമായിരുന്നു. അലറി വിളിച്ച് പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല. തടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഞാനിന്മേൽ കളി നടത്തി ഈ നാട്ടുകാരെ വശീകരിക്കാമെന്നുള്ള വ്യാമോഹവും എനിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഈ രാഹുൽജിക്കും മോദിജിക്കും പ്രസംഗം എഴുതി കൊടുക്കുന്നത് ഒരേ ആളാവാനാണ് സാധ്യത എന്ന്. അത് സത്യമാണെന്നാണ് തോന്നുന്നത്. മോദിജി എന്ത് പ്രസംഗിക്കുന്നോ അത് തന്നെ രാഹുൽജിയും പ്രസംഗിക്കുന്നു. എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? ദാരിദ്ര്യം അകറ്റും, എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പണമിട്ട് തരും എന്നൊക്കെയാണ് രാഹുൽജി പ്രസംഗിച്ചു കളഞ്ഞത്. The Congress Party government after 2019 is going to guarantee a minimum income to every single poor Indian. 2019 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിലെ എല്ലാ പാവപ്പെട്ടവനും ഒരു മിനിമം ഗ്യാരണ്ടി വേതനം അത് നമ്മൾ ഉറപ്പുവരുത്തും. എനിക്ക് മുമ്പ് ഇവിടെ പലരും പല മോഹന വാഗ്ദാനങ്ങളും നൽകി കാണും. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഒന്ന്, ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും തൊഴിൽ നൽകും എന്നും ഞാൻ പറയുന്നില്ല. ആ കാണുന്ന പുഞ്ചപ്പാടം നികത്തി വിമാനത്താവളം ഉണ്ടാക്കും എന്നും ഞാൻ പറയുന്നില്ല. We are going to give every single poor Indian direct money in his bank account as a guarantee. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ എല്ലാ പാവപ്പെട്ടവനും അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൊടുക്കാൻ പോവുകയാണ്. മലയാളികളെ ഇങ്ങനെ പൊട്ടന്മാരാക്കല്ലേ രാഹുൽജി. മോദിജിയുടെ 15 ലക്ഷം കിട്ടിയതിൻ്റെ കലിപ്പിൽ നിൽക്കുന്ന ആൾക്കാരോട് ഇങ്ങനെയുള്ള തമാശയൊന്നും പറയരുത്. അതുപോട്ടെ, പ്രസംഗം തർജ്ജമ ചെയ്തു കൊടുത്തത് നമ്മുടെ VD സതീശൻജി ആയിരുന്നല്ലോ. പ്രവർത്തകരുടെ അച്ചടക്കം കാരണം ഒരക്ഷരം പോലും സതീശൻജിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലത്രേ. 4 judges from the Supreme Court come out. They go to the press and they say we are not being allowed to work. ഇല്ലില്ല, കേൾക്കുന്നില്ല, ഉറച്ചു പറ, കേൾക്കുന്നില്ല. 4 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയും. 4 judges come out and say we are not being allowed to work. In the same breath
the name of Judge Loya. അവരെല്ലാം 4 ജഡ്ജിമാർ പുറത്തു വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവരൊരു ജഡ്ജിയുടെ പേര് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. What is the message they were trying to give our country? കേൾക്കുന്നില്ല. എന്താണ് അവർ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അറിഞ്ഞുകൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. അങ്ങനെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് സതീശൻജി ചിന്തിക്കുന്നു. അങ്ങനെ മറ്റേ സൈഡിലേക്ക് മാറുന്നു. അവിടെയും നോ രക്ഷ. That Mr. Amit Shah and Mr. Narendra Modi are not letting them go. നരേന്ദ്ര മോദിയും അമിത് ഷായും അവർ സമ്മതിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവസാനം സതീശൻജിയെ രാഹുൽജി സ്വന്തം മൈക്കിന്റെ സൈഡിൽ പിടിച്ചിരുത്തി. ഇത്രയും വർഷക്കാലം ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് വളരെ മന്ദഗതിയിലാണ് എങ്കിൽ പോലും പിന്നീട് ഈ രാജ്യത്ത് സ്വയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയത്. He gave India a GST which was fundamentally flawed. A GST which was fundamentally flawed. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്ന നമ്മുടെ ചരക്ക് സേവന നികുതി തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലോപ്പായിരുന്നു, അതൊരു പരാജയമായിരുന്നു. A government that is only interested in promoting its own cadre. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇതൊന്നുമല്ല. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അവരുടെ തന്നെ ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ സംഗതി എല്ലാം കുളമായ ശേഷം സതീശൻ സാറിനെ രാഹുൽജി അഭിനന്ദിക്കുകയാണ്. ആ അച്ചടക്കമുള്ള പ്രവർത്തകർ ഒരു നിമിഷം മിണ്ടാതിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സതീശൻജിക്ക് കേൾക്കുമായിരുന്നു. പ്രശ്നം ഇതൊന്നുമല്ല. കേരളത്തിൽ വന്ന് രാഹുൽജി പറഞ്ഞ ചില കാര്യങ്ങളാണ് വലിയ തമാശയായി മാറിയത്. അതായത് കേരളത്തിൽ സ്കൂളുകളും ആശുപത്രികളും ഉണ്ടോ എന്നാണ് രാഹുൽജി ചോദിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഉത്തർപ്രദേശിൽ പ്രസംഗിക്കേണ്ട പോയിന്റ് അടങ്ങിയ കടലാസ് മാറി കേരളത്തിലേക്ക് എടുത്തതാണോ എന്ന് സംശയമുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ അതേ വാക്കുകളാണ് രാഹുൽ ഗാന്ധിയും ഇന്നലെ കേരളത്തിൽ വന്ന് പ്രയോഗിച്ചത്. രണ്ടു കൂട്ടർക്കും മോദിക്കും രാഹുലിനും കേരളത്തിൽ വരുമ്പോൾ ഒരേ ശബ്ദമാണ്. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? കായംകുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും കേരളം എന്താണെന്ന് പോലും ഈ രാഹുൽജി പഠിച്ചില്ലേ? കേരളത്തെക്കുറിച്ചൊക്കെ ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെയാണോ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്? 10-30 കൊല്ലം അവരും ഭരിച്ച സംസ്ഥാനമല്ലേ കേരളം. അതോടൊപ്പം തന്നെ കേരളത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് വലിയൊരു അജ്ഞതയുണ്ട് എന്നുള്ളതും ഇന്നലത്തെ പ്രസംഗം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗത്തിനകത്ത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയും കേരളത്തെ പ്രകീർത്തിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ചോദിക്കുന്നത് കേരളത്തിൽ സ്കൂളുകൾ എവിടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, ആസ്പത്രികൾ എവിടെ എന്നുള്ള ചോദ്യം അദ്ദേഹം നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ ചോദ്യം തന്നെ കേരളത്തിൽ വന്ന് ചോദിച്ചിരിക്കുകയാണ്. मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा मैंने गलत समझा हूँ. हमारा राष्ट्रभाषा हिंदी है. तुम लोग हिंदी सीखो, नहीं तो किसी को छुटकारा नहीं पा सकता. जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी. കേരളമാണ് ഇന്ത്യക്ക് വിദ്യാഭ്യാസ രംഗത്ത് മാതൃക കാണിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം ഏറ്റവും ശക്തമായിട്ടുള്ളത് കേരളത്തിലാണ്. മാത്രമല്ല ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഓരോ സ്കൂളുകളും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ വലിയ അബദ്ധത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള കേരളത്തിലെ ജനങ്ങളുടെ തോന്നലുകൾക്ക് വലിയ ഇടിവ് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വ്യക്തമാക്കുന്നത്. പിന്നെയും ഉണ്ട് രാഹുൽജിയുടെ തമാശകൾ. വനിതാ സംവരണ ബിൽ, എല്ലാ അക്കൗണ്ടിലും പണം, അങ്ങനെ. പിന്നെ അദ്ദേഹം പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തമാശ ഇന്നലെ നടത്തിയ പ്രഖ്യാപനത്തിൽ പറയുന്നത് വനിതാ സംവരണ ബിൽ പാസ്സാക്കുന്നതാണ്.
കോൺഗ്രസ് ഇന്ത്യ രാജ്യം 5 പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ട് എന്തുകൊണ്ട് വനിതാ സംവരണ ബിൽ പാസ്സാക്കിയില്ല? UPA ഭരണകാലത്ത് അത് രാജ്യസഭയിൽ അംഗീകരിച്ചത് ലോകസഭയിൽ പാസ്സാക്കാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല? തെരഞ്ഞെടുപ്പാകുമ്പോഴാണല്ലോ വേലിയിൽ കിടന്ന പാമ്പുകളൊക്കെ തോളത്തെടുത്ത് വെച്ച സ്ഥിതിയിലാവുന്നത്. UDF-ലെ മാണി സാറിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. വെറുതെ കിടന്ന മാണി സാറിനെ പിടിച്ചു വലിച്ച് മുന്നണിയിൽ കയറ്റിയതാണ്. ഇപ്പോൾ അവർക്ക് 2 പാർലമെന്റ് സീറ്റ് വേണമത്രേ. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയതും പോരാഞ്ഞിട്ടാണ് ഈ അത്യാഗ്രഹം. കോട്ടയം സീറ്റ് എന്തായാലും മാണി സാറിന് കിട്ടുമെന്നും അത് കൂടാതെ വേറൊരു സീറ്റ് കൂടി കിട്ടിയേ പറ്റൂ എന്നുമാണ് മാണി സാറ് പറയുന്നത്. മാണി കോൺഗ്രസിന് പിന്നെ സ്ഥാനാർത്ഥികൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ ആരാണ് ഇപ്പോൾ നിർത്തുക? മാണി സാർ MLA, മകൻ ജോസ് രാജ്യസഭാ മെമ്പർ. ഇനി കുടുംബത്തിൽ മത്സരിപ്പിക്കാൻ ആരുമില്ലല്ലോ. എങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തും? ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഓരോ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. പക്ഷെ തക്ക സമയത്ത് പാർട്ടി കൂടി ആലോചിച്ച് ഊതിക്കാച്ചിയ പൊന്നുപോലെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. സൗദാമിനിയുടെ, അന്നാമ്മച്ചേട്ടത്തിയുടെ, സുബൈദയുടെ സ്വപ്നം, മേരി ചാക്കോയും ശൈലജയും കണ്ട സ്വപ്നം, ആ സ്വപ്നം പൂവണിയുന്നു. മാഷ് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. 4 കാശിറക്കാനുണ്ടെങ്കിൽ ഏത് അലവലാതിക്ക് വേണമെങ്കിലും ഇലക്ഷൻ നിൽക്കാം. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ മാണി സാറിന് കൺഫ്യൂഷൻ ഇല്ല. അതെന്തായാലും കിട്ടും. മറ്റൊരു സീറ്റ് അതെവിടെ കിട്ടുമെന്നാണ് നിശ്ചയമില്ലാത്തത്. എന്തു തന്നെയായാലും അത് മേടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഉമ്മൻചാണ്ടി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനുള്ളതാണെന്ന്. പിന്നെ എന്തിനിങ്ങനെ കുത്തി ചോദിക്കുന്നു? സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി എങ്കിലും തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നെ വരട്ടാനും നോക്കണ്ട. ഇവിടെ നടക്കുന്നത് മുഴുവൻ ഞാൻ വെളിയിൽ നിന്ന് അറിഞ്ഞിട്ടാ വരുന്നത്. എന്റെ അടുത്ത് വേല ഇറക്കല്ലേ, ഞാനും തിരിച്ചിറക്കുവേ. മാണി സാറിന്റെ കുടുംബം അങ്ങനെ മൂടോടെ അധികാര സ്ഥാനങ്ങൾ തൂത്തുവാരിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ PJ ജോസഫ് സാറിന് വായിൽ വെള്ളമൊഴുക്കിക്കൊണ്ട് നോക്കി നിൽക്കാനാണ് യോഗം. ലോക്സഭാ സീറ്റ് കിട്ടുമ്പോൾ ഒരെണ്ണം അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. ജോസഫ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PJ ജോസഫ് ദുരുദ്ദേശപരമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഒരു ഗുണം കിട്ടിയിട്ടില്ലെന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ഓരോന്നും ആ കോൺടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ വാക്കുകളെടുത്ത് മാറ്റി വ്യാഖ്യാനിക്കാതിരുന്നാൽ മതി. ഗുരുവായൂരപ്പാ, ഇതിനെയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കും? ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ജോസ് കെ മോൻ നടത്തുന്ന യുവജന യാത്രയിൽ തന്നെ കല്ലുകടിക്കാനായി ജോസഫ് രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം ആ പ്രശ്നം ഒത്തുതീർത്താലേ സീറ്റ് കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഞങ്ങൾ ആരെയും തീരുമാനിച്ചല്ല, ശരക്കുന്ന് സമ്മേളനം തീരുമാനിച്ചതനുസരിച്ചാണ് ജോസ് കെ മാണി ഇപ്പോൾ കേരള യാത്ര നടത്തുന്നത്. തനിയുമല്ല, ശ്രീ PJ ജോസഫ് തന്നെയാണ് കേരള യാത്ര ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഗുണം കിട്ടിയിട്ടില്ലെന്ന് പറയാനൊക്കെയില്ല, 90% ഗുണം കിട്ടിയിട്ടുണ്ട്. മാണി കോൺഗ്രസുകാരെ കൊണ്ടുള്ള തലവേദന തീർത്താലും അതാ അടുത്തതായി വരുന്നു ലീഗുകാർ. അവരുടെ അടുത്ത് പിന്നെ വേലയൊന്നും നടക്കില്ല. സീറ്റ് മേടിച്ചിട്ടേ പോകൂ. ഇല്ലെങ്കിൽ കോൺഗ്രസുകാർ വിവരം അറിയും. ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കാമെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ തീരുമാനമെടുക്കും. വല്ല വൈകാതെ UDF-ന്റെ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുമ്പായി നമ്മൾ ചെയ്യണോ എന്നതിനെ സംബന്ധിച്ച് പാർട്ടി വൈകാതെ തീരുമാനം. ഞങ്ങൾക്കറിയാം എപ്പോഴാണ് ചോദിക്കേണ്ടത്, എപ്പോഴാണ് ചോദിച്ചാൽ നടപ്പിലാകുക എന്ന് നമുക്കറിയാം. ആ സമയത്താണ് UDF ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞ ശേഷം സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി ആ ചർച്ചയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വരുന്ന മുറക്ക് ഏത് സമയമുണ്ടല്ലോ, അതിന്റെ അടുത്ത തീരുമാനം. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.